എന്താടാ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ഞാനവനെ കണ്ടടാ. ആരെ? കണ്ണനെ. നീ എന്താ കാശി പറയുന്നത്? സത്യം, ഇത്രയും കാലം നമ്മൾ ഈ ലോകത്തില്ല എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ കണ്ണൻ ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ. നീ കാര്യമൊന്ന് തെളിയിച്ച് പറയടാ. മാണിക്കൻ്റെ കൂടെയായിരുന്നു അവൻ. അപ്പോ അവനോ? നമ്മൾ അറിഞ്ഞില്ലല്ലോ. നടന്ന കാര്യം മുഴുവൻ കാശി ദേവനോട് പറഞ്ഞു. നീയൊരു കാര്യം ചെയ്യേ, മാണിക്കനെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് പാറുവിനോട് കാര്യം പറയേ. ഇല്ലടാ, അതിപ്പോൾ പറ്റില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, ജീവനെ പോലെ അവരവനെ നോക്കുന്നത്. എന്താണ് കാര്യമെന്ന് മാണിക്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. ദീർഘമായ ഒരു ശ്വാസമെടുത്ത ശേഷം മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ച പോലെ കാശി മുറിയുടെ പുറത്തേക്ക് നടന്നു. സാർ, മിസ്റ്റർ മാണിക്യം, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. കുട്ടിക്ക് നേരത്തെ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മരുന്നിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആളിപ്പോൾ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. കുട്ടികളൊക്കെയല്ലേ, അധിക നേരം വെയിൽ കൊണ്ടേണ്ടായിരിക്കും. സാറേ, അല്ലാതെ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പവുമില്ല. ഈ മരുന്നുകളൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്നല്ല, ഇനി കുറച്ച് ദിവസം കൂടെ, അത്രയുള്ളൂ. പിന്നെ ആകെയുള്ള ഒറ്റ കുഴപ്പം ഈ മറവിയാണ് അല്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അറിയാമല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു തന്ന് കാണുമല്ലോ എല്ലാം. പഴയ ഓർമ്മകൾ വരാതെ ഇരിക്കാം. നമ്മളുടെ കയ്യിലല്ലല്ലോ ഒന്നും. അതെ, ഇപ്പോൾ നിങ്ങൾ പേടിക്കാതെ പോകൂ. ഒറ്റ ദിവസം ഒബ്സർവേഷനിൽ കിടന്നാൽ മതി. നന്ദിയുണ്ട് സാറേ, വലിയ ഉപകാരം. ഡോക്ടറുടെ നേരെ കൈകൂപ്പിയ ശേഷം മാണിക്യം പുറത്തേക്കിറങ്ങി. അപ്പോൾ കാശി അവിടെ ഉണ്ടായിരുന്നു. സാറേ, ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ നേരത്തെ കണ്ടതാണ്. ഒരു ദിവസം കിടക്കാൻ പറഞ്ഞില്ലേ? ഞാൻ നിന്നോളാം, എനിക്ക് കുഴപ്പമില്ല. നീ നിൽക്കണ്ട, പൊക്കോ. എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ. ദേവൻ ഇവിടെയാണ്. ഓട്ടം പോയിട്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുകയല്ലേ നിങ്ങളൊക്കെ. പൊക്കോ, ഞാൻ കാണും ഇവിടെ. അയ്യോ സാറേ, അത് വേണ്ട. സാറിനതൊരു ബുദ്ധിമുട്ടാവും. ഒരിക്കലുമില്ല. നീ വിളിച്ചോണ്ട് പോവാൻ നോക്ക്, ഞാൻ വന്നോളാം നാളെ അവനുമായിട്ട്. സാർ. അവസാനം മാണിക്യൻ മടങ്ങിപ്പോയിരുന്നു. സന്ധ്യയോടടുപ്പിച്ച് കണ്ണനെ മുറിയിലേക്ക് മാറ്റി. അപ്പോഴാണ് കണ്ണ് നിറയെ കാശി തൻ്റെ മകനെ ഒന്ന് കണ്ടത്. ക്ഷീണിച്ച് വാടി തളർന്ന് കിടക്കുന്ന തൻ്റെ മകനെ നോക്കി അവൻ കണ്ണീര് പൊഴിച്ചു. രാത്രി 3 മണിയോടടുപ്പിച്ചായിരുന്നു കണ്ണനെ തന്നെ നോക്കിയിരുന്ന കാശിയുടെ അടുത്തേക്ക് ഡോക്ടർ കയറി വന്നത്. ഡാ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇതുവരെ ഉണർന്നില്ല. മരുന്നിൻ്റെ ക്ഷീണമായിരിക്കും. ആണ്, എന്തായാലും ആള് പെർഫെക്റ്റ് ആണ്. എടാ, അവൻ്റെ ഓർമ്മയുടെ കാര്യം എന്തായി? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നമ്മൾക്ക് ചികിത്സകൾ നടത്താം, പക്ഷേ ചാൻസ് കുറവാണ്. ഡാ, നീ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ റൂമിൽ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുമോ? അവന് ഈ ലോകത്തുണ്ടെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു പെണ്ണുണ്ട് എൻ്റെ വീട്ടിൽ. എല്ലാം ശരിയാക്കാം, ഞാനിപ്പോൾ പോവാം. ഗുഡ് നൈറ്റ്. മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡോക്ടർ ഒരു നിമിഷം നിന്നു. അദ്ദേഹത്തിന് മുഖം വിളറി വെളുത്തിരുന്നു. പെട്ടെന്നാണ് അയാൾ കാശിയെ നോക്കിയത്. എന്താണെന്നറിയാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് കാശി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടത്. അവൻ്റെ ചെന്നിയിൽ നിന്നും വിയർപ്പൊഴുകാൻ തുടങ്ങി. മാണിക്ക. സാർ, അത് കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ടാ. എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടർ ക്യാബിനിലേക്ക് നടന്നിരുന്നു. മാണിക്കനെ എന്ത് പറഞ്ഞു മനസ്സിലാക്കുമെന്ന രീതിയിൽ കാശിയും. ഡാ, അവനില്ലാത്തത് കൊണ്ട് എന്തോ പോലെ. ആരും ഒന്നും കഴിച്ചിട്ടില്ല. അല്ലി തന്നുവിട്ടതാ. കയ്യിലുണ്ടായിരുന്ന തൂക്കുപാത്രം നിറ കണ്ണുകളോടെ മാണിക്കൻ കാശിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഡാ. ഒന്നും പറയാതെ ഇടവഴിയിലൂടെ നടന്നു പോകുന്ന മാണിക്കനെ നോക്കി കാശിയുടെ ഹൃദയം തേങ്ങി. അമ്പലക്കുളത്തിൽ നിന്ന് വീശിയടിക്കുന്ന തണുത്ത കാറ്റേറ്റ് ആൽത്തറയിൽ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു മാണിക്കൻ. കൃത്യം ഒരാഴ്ചയായി ഒരു സമാധാനവുമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഉള്ളിലുള്ളത് ആരോടും പറയാതെയുള്ള ഒരേ വീർപ്പുമുട്ടൽ. ആരോടും പറഞ്ഞിട്ടില്ല സത്യങ്ങളൊന്നും. പല പ്രാവശ്യം ഇവിടെ നിന്ന് പോകാൻ നോക്കിയതാണ്. പക്ഷേ കാശിയെ പറ്റിച്ച് ഈ നാട്ടിൽ നിന്ന് പോകുന്നത് അസാധ്യമാണ്. പിറ്റേ ദിവസം തന്നെ അപ്പുവിനെ കാശി വീട്ടിൽ കൊണ്ടാക്കിയതാണ്. പിന്നെ കഴിവതും കാശിയെ കാണാൻ അവൻ ശ്രമിച്ചിട്ടില്ല.
മനസ്സിലെവിടെയോ ഭയത്തിൻ്റെ തീജ്വാലകൾ ആളിക്കത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് തൻ്റെ അടുത്ത് ആരുടെയോ സാമീപ്യം അറിഞ്ഞ് മാണിക്യൻ കണ്ണു തുറന്നു നോക്കിയത്. എന്താ, പേടിച്ചോ? ഏയ് ഇല്ല. ഉള്ളിലുണ്ടായിരുന്ന പകപ്പാട് മറച്ചു വെച്ചുകൊണ്ട് മാണിക്യൻ ആൽത്തറയിൽ നേരെയിരുന്നു. കൂടെ തന്നെ കാശിയും. എന്താ, കാണാനില്ലല്ലോ? മാണിക്യ, എത്ര കാലം നീ എന്നിൽ നിന്ന് ഒളിഞ്ഞു നടക്കും? സാർ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് മാസങ്ങൾ മാത്രമേ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ എല്ലാമായിരുന്നു അവൻ. അറിയാം. ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ പറ്റും സാർ? ഞങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും. പക്ഷേ അതിലുള്ള കണ്ണനായിരുന്നു ഞങ്ങളുടെ അപ്പു എന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് മാണിക്ക. എല്ലാം നീ അറിയണം. തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും കാശി മാണിക്കിന് മുന്നിലായി തുറന്നു കാട്ടി. സാർ, എനിക്കറിയാം. അവന് പോലും ഞങ്ങളെ ഓർമ്മയില്ല. നിങ്ങളുടെ മാത്രം അപ്പുവാണവൻ. ആരെ ഞാൻ അറിയിക്കില്ല, പേടിക്കണ്ട. പക്ഷേ എന്നെങ്കിലും എല്ലാവരും അറിയും. ഇല്ല, എല്ലാവരും അറിയണം. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ ജീവിതം ഞങ്ങൾ കളയില്ല. വേണ്ട മാണിക്ക, നിനക്കറിയാലോ എല്ലാം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇതിനിടയിൽ കിടന്ന് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനുണ്ടാവും കൂടെ. ഒരാളല്ലേ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയിട്ടുള്ളൂ. അതിനു പകരം കൂടെ കൂടുക ഞാൻ. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. എവിടെ വെച്ചാ നീ അവനെ കണ്ടത്? കണ്ണനെ എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത്? പറയാം. തൻ്റെ ഉന്തിയ വയറിൽ തലോടിക്കൊണ്ട് മടിത്തട്ടിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്നു കാശി. എന്താ, വാവയോട് കാര്യം പറയാ? അപ്പോൾ എന്നെ വേണ്ടേ? നീയല്ലേ എൻ്റെ തങ്കക്കുട്ടി. ഉവ്വ് കാശി ചേട്ടാ, എൻ്റെ കൂടെ ചെക്കപ്പിന് വരുന്നില്ലേ? നാളെയാണോ? നാളെ എനിക്ക് പറ്റില്ല, കുറച്ച് പണിയുണ്ട്. എന്താ? പ്ലീസ് ഡി, പോകാതിരിക്കാൻ പറ്റില്ല. അത്ര അർജൻറ്റാണ്. ഞാൻ അവനെ കണ്ടോളാം. തൻ്റെ ജീവനെ കെട്ടിപ്പിടിച്ചവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ പോലും നാളത്തെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവൻ. കൂറ്റാക്കൂരിരുട്ടിൽ ഒരു അഭയത്തിനായി അവൾ ഇഴയുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോര അവളെ മനം മടുപ്പിച്ചു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഒറ്റ ചിന്ത അവളെ കുമിഞ്ഞുകൂടി. എന്താ നിനക്ക് വയ്യേ? രക്ഷപ്പെടണോ? ഇതുപോലെ ഞങ്ങൾ നിന്റെ മുന്നിൽ കിടന്ന് കെഞ്ചിയില്ലേ? വിട്ടോ നീ ഞങ്ങളെ? 2 ജീവൻ നീ എടുത്തു. പ്ലീസ് ദേവൻ, എന്നെ ഒന്നും ചെയ്യരുത്. ഇല്ല, നിന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് പൂജിക്കാൻ പോവാ. നോ. കിടന്ന് അലയ്ക്കാതെടി. എന്നെ അഴിച്ചു വിടുന്നതാണ് നല്ലത്. ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. വാശിയോടെ ലക്ഷ്മി പറഞ്ഞു. നിർത്തടി. ചാവാൻ പോകുമ്പോഴും നിന്റെ വീറും വാശിയും ഉണ്ടല്ലോ. ചാകാനോ? ഞാനോ? നീയല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും അതിന് പറ്റില്ല. പറ്റുവടി. വേറെ ആരും വിചാരിക്കേണ്ട. ഒരുത്തൻ വിചാരിച്ചാൽ മതി. ആരാണെന്ന് നിനക്കറിയണ്ടേ? ദേ നോക്ക്. ഒരു നിമിഷം ദേവൻ ചൂണ്ടിയ ഡോറിലേക്ക് ലക്ഷ്മി നോക്കി. കാശി. ഒരു നടുക്കത്തോടെയായിരുന്നു ലക്ഷ്മി ആ പേര് പറഞ്ഞത്. എന്താ, നീ പേടിച്ചു പോയോ? നമ്മൾ അവസാനമായി കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ കൂടിക്കാഴ്ച ഇനി വേണ്ടെന്ന്. എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ ഒന്നും ചെയ്തില്ല. ചെയ്യാൻ പോകുന്നതേയുള്ളൂ. ഒന്നും അറിയാത്ത 2 ജീവനുകളാടി നീ എടുത്തത്. അതിനൊക്കെ നിന്നോട് ചോദിച്ചല്ലേ പറ്റൂ. ഞാനോ? എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ആണോ? ഇവരൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതാ. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നീ പാവമായിരുന്നു ഒരു സമയത്ത്. പക്ഷേ തന്തയുടെ കാശിൻ്റെ ബലത്തിൽ നീ കയറി അങ്ങ് വിളഞ്ഞുകൊണ്ടിരുന്നു. ഇന്നത്തോടെ തീർന്നു നിന്റെ എല്ലാ പകകളും. കാശി, നിനക്കെന്നെ എന്തേലും ചെയ്യാൻ പറ്റുമോ? നിർത്തടി നിന്റെ അഭിനയം. ഒരിക്കൽ കാശി സ്നേഹിച്ചിരുന്നു നിന്നെ, ജീവന് തുല്യം. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്നെ വെറുതെ വിട്ടത്. അതിനു മുൻപ് നിനക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്ത് കാശി ലക്ഷ്മിക്ക് നേരെ തിരിച്ചു പിടിച്ചു. അതിലെ ഫോട്ടോയിൽ അത്ഭുതത്തോടെയാണ് അവൾ നോക്കിയത്. ഇത് എന്താ, അറിയില്ലേ? നീയൊക്കെ കൊന്ന എൻ്റെ മോൻ. നോ, അവൻ ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ കൂട്ടാളി ആ മായ ഉണ്ടല്ലോ, അവളുടെ കയ്യിലല്ലേ നീ അവനെ കൊടുത്തു വിട്ടത്? തിരക്കിയില്ലല്ലേ
മരിച്ചു എന്ന് കരുതി കാണും. പക്ഷേ ഇല്ല, വിധി അവനെ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. കാശിയുടെ ഓർമ്മകൾക്കൊപ്പം അവർ സഞ്ചരിച്ചു. അമ്മയുടെ മരണശേഷം അല്ലിയെയും അഴകിനെയും കൂട്ടി മൂന്നാറിൽ നിന്ന് കൊല്ലിമലയിലേക്ക് തിരിക്കുകയായിരുന്നു മാണിക്യം. അല്പം ദൂരെ നിന്ന് കണ്ടു. കൊക്കയുടെ അടുത്തായി നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്ന ഒരു പെൺകുട്ടിയെ. പന്തികേട് തോന്നിയപ്പോൾ തന്നെ വേഗത്തിൽ അങ്ങോട്ട് കുതിച്ചു. അപ്പോഴേക്കും കാറ് പോയി കഴിഞ്ഞിരുന്നു. വണ്ടി നിർത്തി അവിടെയൊക്കെ നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. പക്ഷേ കുറച്ചു മാറി ജീവന് വേണ്ടി പിടയുന്ന ഒരു കുഞ്ഞു ജീവൻ അവർക്ക് കിട്ടി. കൂടെ കൂട്ടി മാണിക്കിനും മല്ലിയും അഴകും, അവൻ്റെ ചേച്ചിയും ചേട്ടന്മാരുമായി, അങ്ങനെ അവരുടെ അപ്പുവായി കണ്ണൻ. ഇനി നീ പറ. ഞാനല്ല. എന്തിനാ കാശി കൂടുതൽ പറയുന്നത്? തീർക്കവളെ. ലക്ഷ്മി, ഗുഡ് ബൈ. ഒരു ഗൂഢമായ പുഞ്ചിരി കാശിയുടെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു. വൈകുന്നേരത്തോടടുപ്പിച്ച് മാണിക്കിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു കാശി. ആ സാറേ, വാ. മാണിക്യൻ കാശിയെ അകത്തേക്ക് ക്ഷണിച്ചു. പോയ കാര്യം എന്തായി? കഴിഞ്ഞു അല്ലേ? ആ, കണ്ണൻ എവിടെ? അല്ല സോറി, അപ്പു എവിടെ? അവൻ അകത്തുണ്ട്, വിളിക്കാം. അപ്പു. മാണിക്യൻ്റെ നീട്ടിയുള്ള വിളിയിൽ അപ്പു അകത്തു നിന്നും പുറത്തേക്ക് വന്നു. എന്താ ഏട്ടാ? ഇതാരാ വന്നേക്കുന്നേ നോക്ക്. കാശിമാമൻ. മോൻ അറിയോ? പിന്നല്ലാണ്ട്. ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഈ മാമനാ എൻ്റെ കൂടെ ഇരുന്നത്. ഞാൻ നോക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അപ്പു അത് പറഞ്ഞത്. കാശിയുടെ കണ്ണ് നിറയുന്നത് മാണിക്യൻ കണ്ടു. പെട്ടെന്ന് അല്ലി അവിടേക്ക് വന്നതുകൊണ്ട് മാണിക്യൻ വിഷയം മാറ്റി. ചേട്ടൻ എപ്പോൾ വന്നു? ഇപ്പോൾ വന്നേ ഉള്ളൂ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പം വേണ്ട, പോണം. ഇതാ കുറച്ച് ഡ്രസ്സാണ്. കാശി കയ്യിലുണ്ടായിരുന്ന പൊതി അല്ലിയുടെ നേരെ നീട്ടി. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഏയ്. വീണ്ടും അവരുടെ സംസാരം നീണ്ടുപോയി. പെട്ടെന്നാണ് കാശിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അപ്പുറത്ത് നിന്ന് പറയുന്ന വാക്കുകൾ കേട്ട്